ഹലോ ഹായ്. ഐഫോണാണ് ഈ കാണുന്ന മക്കളെ. ഐഫോൺ ഒരു സംഭവല്ലേ. അപ്പോ അതിനെ പറ്റിയിട്ടൊരു വീഡിയോ ആണ് ഇപ്പൊ നിങ്ങൾക്ക് ഒന്ന് അറിയിക്കാളെ. അപ്പൊ നിങ്ങളെ ചങ്കളൊക്കെ ഇത് എടുക്കാൻ നിൽക്കണവരുണ്ടെങ്കിൽ അവർക്കൊന്ന് വിട്ടുകൊടുത്താണ്. ഐഫോണ് 30 Pro അനെന്തോ ഒന്നാണ്. അപ്പൊ ഇതിന്റെ ക്യാമറ മറ്റേ ഫോണിനെക്കാട്ടും ക്യാമറ ഒന്ന് ഉഷാറാണ് എന്നുള്ള നിലയാണ് ഇതെടുത്തിട്ടുള്ളത്. ഇതെടുത്തപ്പോഴുള്ള അവസ്ഥയാണ് ഇത്. അങ്ങനെ കുറച്ച് മാസങ്ങൾ ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ മതി, അത്രേ ആയിട്ടുള്ളൂ. അതിന്റെ കടുപ്പ് കണ്ടില്ലേ, അത് ഓണവിടില്ല, അതിന്റെ ഡിസ്പ്ലേ പോയി. അതാണ് ഇപ്പൊ കംപ്ലൈന്റ്, വേറൊരു കംപ്ലൈന്റ് ഒന്നും ഇല്ല. അപ്പോ ഇതാണ് മക്കളെ ഐഫോൺ എടുത്താനുള്ള അവസ്ഥ. 1 ലക്ഷം 1.5 ലക്ഷം ആറ്റുനൂറ്റുണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ, കടം മേടിച്ചിട്ടാണ് വെച്ചാലും അത് അടവിനാണെച്ചാലും എടുത്തു കഴിഞ്ഞിട്ട് കുറച്ച് ഉപയോഗിച്ചാലുള്ള അവസ്ഥയാണിത്. ഇത് ഓട്ടോമാറ്റിക് അപ്ഡേഷൻ ആയതാണ് എന്നാണ് തോന്നുന്നത്. അപ്പൊ ഇനി ഉള്ളവര് ഓട്ടോമാറ്റിക് ഉള്ളവരൊക്കെ ഓഫാക്കി കളയും. അപ്പൊ അറിയാത്തവരുണ്ട് വെച്ചാൽ ഇങ്ങനെ കുറെ പ്രശ്നം. ഇത് നിലത്ത് വീണിട്ടോ അല്ലെങ്കിൽ വെള്ളത്തിൽ വീണിട്ടോ മറ്റ് എന്തില്ല ഒന്നും ഉണ്ടായിട്ടില്ല, തകരാറുകളൊന്നും ഉണ്ടായിട്ടില്ല. എന്നിട്ട് ഡിസ്പ്ലേ പോയി. ഷോക്കേഴ്സിൽ നിന്ന് എടുത്തപ്പോ ഡിസ്പ്ലേ പോയി. അത്രയും സേഫായിട്ട് വെക്കണ ഫോണാണ്. എന്നിട്ടാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത്രയും വില കൊടുത്തിട്ട് ഈ ഫോൺ മേടിച്ചിട്ടും ഇതിന്റെ മിസ്റ്റേക്ക്, അത് വലിയ മിസ്റ്റേക്കാണ്. അപ്പോൾ അതൊക്കെ കാശില്ലാത്തവരെടുത്തുകൊണ്ട് വെച്ചാൽ അത് താങ്ങാൻ പറ്റൂല. അപ്പോൾ അതുകൊണ്ട് പറയാണ്, ഇത്രയും വില കൊടുത്തിട്ട് സാധാരണ നമ്മൾ ഫോട്ടോ എടുക്കാൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് കൂടുതൽ ഉപയോഗിക്കുക. അങ്ങനെയുള്ളൊരു അതേപോലെ ക്യാമറ അവൈലബിൾ ഉള്ള മറ്റു ഫോണുകളുണ്ട്. അപ്പോൾ ഇത് വലിയൊരു ഫാൾട്ട് തന്നെയാണ്. നമ്മൾ ഇത്രയും കാശ് കൊടുത്തിട്ട് ഈ ഫോൺ എടുത്തിട്ട് അത് ഫോൺ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ, മാസങ്ങൾ, 1-2 മാസമായിട്ട് അതാണ് ഉപയോഗിച്ചത്. എന്നിട്ടാണ് ഈ കംപ്ലൈന്റ് കാണുന്നത്. അപ്പോൾ എടുക്കാൻ നിൽക്കുന്നവർക്കൊക്കെ ഇത് അയച്ചു കൊടുത്തോളി, വെറുതെ എടുത്തിട്ട് കുടുങ്ങണ്ട എന്ന നിലക്കാണ്. അപ്പോൾ സാമ്പത്തികം ഇല്ലാത്തവർ എടുത്തിട്ടുണ്ട് വെച്ചാൽ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നെ അത് നേരാക്കണം. ഇതിപ്പോൾ ചെക്കിങ്ങിന് ഇനി 2500 വേണമെന്നാണ് പറഞ്ഞത്. പിന്നെ ചെക്ക് ചെയ്തിട്ട് ഏതാണ് പ്രശ്നം വെച്ചാൽ അത് നോക്കിയാൽ അതിനനുസരിച്ച് അതിൻ്റെ പേയ്മെൻറ്റ് വേറെ വേണ്ടി വരും. അപ്പോൾ അത് നേരാക്കാൻ കൊടുക്കണം എന്നുണ്ട് വെച്ചാൽ 2500 കയ്യിൽ വേണം, പിന്നെ അതിൻ്റെ ബാക്കി. അപ്പോൾ എടുക്കണവരൊക്കെ ശ്രദ്ധിച്ചോളി. ഇത് എപ്പോഴാണ് എന്തുണ്ടാവുകയാണെന്ന് അറിയില്ല. അപ്പോൾ ആ ബുദ്ധിമുട്ടുണ്ടാവരുത്. ഇനി ഒരാൾക്കും ഇങ്ങനെ ശ്രദ്ധിക്കാത്ത രീതിയിൽ സങ്കടം ഉണ്ടാവരുത് വെച്ചിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. ഇതിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഫോണിനെ പറ്റി സെർച്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ പോസിറ്റീവ് വശങ്ങളാണ് കൂടുതൽ കാണുക, നെഗറ്റീവുകൾ കാണൽ കുറവാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഐഫോൺ എടുക്കാതിരിക്കുന്ന ചങ്കുകൾ ഇതറിഞ്ഞോളിയും, എടുത്തിട്ട് കുടുങ്ങാൻ പോവുകയാണ്. വെറുതെ നമ്മൾ കുഴിച്ച കുഴിയിൽ നമ്മൾ തന്നെ വീഴുക എന്ന് പറഞ്ഞ പോലുള്ള അവസ്ഥയാണ് ഇപ്പോൾ ഇത്. ഇത്രയും ആഗ്രഹിച്ചെടുത്തിട്ടുള്ള ഫോണ് നമുക്ക് നല്ലപോലെ ഉപയോഗിക്കാൻ പറ്റണില്ലെങ്കിൽ പിന്നെ എന്തിനാ അപ്പോൾ അതുകൊണ്ട് ഉപകാരമുള്ളത്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നവർക്ക് അങ്ങനെ ഇപ്പോൾ എടുക്കാൻ പോണവർ വീണ്ടും വീണ്ടും ചിന്തിക്കുക. 101 ആവർത്തി ചിന്തിച്ചിട്ട് എടുത്തോളിട്ടാ, കുടുങ്ങാണ്ടാച്ചിട്ടാണ് വോയിസ് ഇടുന്നത്, വീഡിയോ എടുത്ത് ഇടുന്നത്. അപ്പോൾ നന്നായി ശ്രദ്ധിച്ചിട്ട് എടുക്കുക. വെറുതെ എടുത്തിട്ട് സങ്കടത്തിലാവണ്ട. പിന്നെ കടക്കെ മേടിച്ചിട്ട് കടം കള്ളിയൊന്നാവണ്ട, വെറുതെ ഇടങ്ങറുണ്ടാവണ്ട. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പോൾ ഇതിൻ്റെ കുടുങ്ങിയവർ, ഇതേപോലെ എടുത്തിട്ട് കുടുങ്ങിയവരൊക്കെ ഉണ്ട് വെച്ചാൽ കമൻറ്റ് ചെയ്തോളിയും. ബാക്കിയുള്ളവർക്ക് വലിയ ഉപകാരമായിരിക്കാനും എന്നുകൂടി കാണുന്നവരോട് താല്പര്യപ്പെടുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ